നമസ്കാരം. ഉൾസ്വരത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവാസി. ഇന്നത്തെ സംഭാഷണം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യൂ. നിങ്ങളുടെ ശ്വാസം ഒരു നിമിഷം നിരീക്ഷിക്കൂ. അത് പുറത്തേക്ക് പോകുമ്പോൾ, അകത്തേക്ക് വരുമ്പോൾ. ഈ ഒരു ശ്വാസം എടുക്കുന്ന സമയം നിങ്ങളുടെ മനസ്സെവിടെയാണ്? ഇരിക്കുന്ന മുറിയിലോ, കാറിലോ, അതോ അങ്ങ് അകലെയുള്ള ഒരു ഓഫീസ് മുറിയിലോ, അതോ 10 വർഷം മുൻപുള്ള ഒരു സംഭവത്തിലേക്കോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന ആരെങ്കിലും നമ്മളോട് ചെയ്യുന്നതല്ല, അത് സമയം നമ്മളോട് ചെയ്യുന്നതാണ്. പക്ഷേ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാണിത്. നമ്മൾ ഒരിക്കലും ഇന്ന് ജീവിക്കുന്നില്ല. നമ്മുടെ ശരീരം ഇന്നലെ ജീവിച്ച ഓർമ്മകളിൽ അല്ലെങ്കിൽ നാളെ സംഭവിക്കാവുന്ന ഭയങ്ങളിൽ പിടിച്ചു കിടക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ സമയത്തിൻ്റെ കൊള്ളയെക്കുറിച്ചും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഒരു ദീർഘമായ സാവധാനത്തിലുള്ള സംഭാഷണം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തീരുന്നില്ല എന്നതാണത്. ഒരു 10 വർഷം മുൻപുള്ള ഒരു ചെറിയ തെറ്റ്, ഒരു ബന്ധത്തിൽ നിന്നുള്ള വേർപിരിവ്, ഒരു ജോലിയിൽ നിന്നുള്ള പിരിച്ചുവിടൽ, ഈ സംഭവങ്ങൾ ഭൗതികമായി കഴിഞ്ഞ കാലത്ത് നടന്നു കഴിഞ്ഞു. പക്ഷേ മാനസികമായി നമ്മൾ ആ സംഭവങ്ങളെ ഓരോ ദിവസവും വീണ്ടും ജീവിക്കുകയാണ്. ഇതിൽ ഞാൻ ഭൂതജീവിതം അല്ലെങ്കിൽ ഫാൻറ്റം ലൈഫ് എന്ന് വിളിക്കുന്നു. നമ്മൾ ചെയ്ത തെറ്റുകളെ അടിച്ചുവാരിയെടുത്ത് അതിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു. ആ സമയം ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, ആ തീരുമാനം എടുക്കാതിരുന്നെങ്കിൽ, ഞാൻ ആ രാജ്യത്ത് പോകാതിരുന്നെങ്കിൽ. ഈ വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ചക്രവാളം പോലെ കറങ്ങുന്നു. നമ്മൾ മനസ്സിൽ ഒരു സമാന്തര ലോകം പണിയുന്നു. അവിടെ എല്ലാം ശരിയാണ്, അവിടെ തെറ്റുകൾ ഇല്ല. പക്ഷേ ആ ലോകം യാഥാർത്ഥ്യമല്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കരകൗശലം മാത്രമാണ്. പ്രത്യേകിച്ച് പ്രവാസി ജീവിതത്തിൽ ഈ ഭൂതജീവിതം വളരെ ശക്തമാണ്. കാരണം നമ്മൾ ഒരു തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആ ഒരു തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ എന്തൊക്കെയാണ് മാറിയിരിക്കുമായിരുന്നത് എന്ന് നമ്മൾ എണ്ണിക്കഴിയും. പക്ഷേ ആ എണ്ണലുകൾ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല. ഇന്നലെയുടെ ഗുരുദ്വാരം മാത്രമല്ല, നമ്മുടെ മനസ്സിന് മറ്റൊരു രോഗവുമുണ്ട്: നാളെയെക്കുറിച്ചുള്ള അമിതമായ ആകർഷണം. നാളെ എന്താണ് സംഭവിക്കാവുന്നത് എന്ന് നമ്മൾ ഇന്ന് തന്നെ കണക്ക് കൂട്ടാൻ ശ്രമിക്കുന്നു. നാളെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? നാളെ റോഡിൽ ട്രാഫിക് കൂടുമോ? നാളെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? 2 വർഷം കഴിഞ്ഞ് എൻ്റെ വീസയുടെ സ്റ്റാറ്റസ് എന്താകുമോ? എൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നില എന്തായിരിക്കും നാളെ അല്ലെങ്കിൽ അടുത്ത മാസം? എന്നിങ്ങനെ നമ്മൾ പല രീതിയിൽ ചിന്തിച്ചു കൂട്ടും. ഈ ചോദ്യങ്ങൾ വരുന്നത് തെറ്റല്ല. മനുഷ്യനെന്ന ജീവിക്ക് ഭാവിയെക്കുറിച്ച് ആലോചിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് നമ്മൾ ഭാവിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ്. നമ്മൾ ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാവുന്നത് എന്ന് കണക്ക് കൂട്ടി ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിൽ റിഹേഴ്സൽ ചെയ്യുന്നു. നാളെ വേണ്ട ആയാസം ഇന്ന് ചെയ്യുന്നത് നല്ലതാണോ? അത് നല്ലതാണ്. പക്ഷേ നാളെയുടെ വേദന ഇന്ന് തന്നെ അനുഭവിക്കുക എന്നത് വ്യത്യസ്തമാണ്. നമ്മളൊരു കാര്യം മറക്കുന്നു. നമ്മൾ ഇന്ന് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നാളെ ഒരു പ്രശ്നവും തടയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും.
ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തോട് ചെയ്യേണ്ട സ്നേഹം നഷ്ടപ്പെടും. നാളെ എന്ത് സംഭവിച്ചാലും നാളെ അതിനെ നേരിടാൻ നമുക്ക് ആവശ്യമുള്ള ഊർജം ഇന്ന് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇന്നലെയുടെ ഭാരവും നാളെയുടെ ഉത്കണ്ഠയും നീക്കിക്കഴിഞ്ഞാൽ എന്താണ് ബാക്കി നിൽക്കുന്നത്? ഇന്ന് എന്ന ഈ നിമിഷം. പക്ഷേ വസ്തുത എന്താണ്? ഈ ഇന്ന് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറച്ചു സമയം നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഓടിത്തുടങ്ങും. ഇന്നത്തെ ജോലി എന്താണ്? ഇന്നലെ ആ പ്രശ്നം എന്തായിത്തീർന്നു? വൈകുന്നേരം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചായ കുടിക്കുമ്പോൾ ആ ചായയുടെ ചൂടിൻ്റെ രുചി നിങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ചായക്കപ്പിലല്ല, പകരം ഓഫീസിലായിരിക്കാം. നിങ്ങൾ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ അവരുടെ ചിരി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സ് വീട്ടിലെ ബില്ലുകളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇതിനെ സൈക്കോളജിയിൽ മൈൻഡ് വാൻഡറിങ് എന്ന് വിളിക്കുന്നു. നമ്മുടെ മനസ്സ് അതിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എപ്പോഴും പുറപ്പെട്ട് നടക്കുന്നു. ഒരു പഠനം പറയുന്നു, മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ ഏകദേശം 47%, അതായത് പകുതി സമയവും അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, മറ്റൊരു കാലത്തിലാണ് ജീവിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി നമുക്ക് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതി സമയവും നിങ്ങൾ ഇവിടെയില്ല. നിങ്ങൾ ഇന്നലെയിലെ ഒരു തെറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നാളെയിലെ ഒരു ഭയത്തിൽ നടക്കുകയാണ്. ഇന്നലെ മാറ്റാൻ കഴിയില്ല, നാളെ എഴുതാൻ ഇപ്പോഴും കഴിയില്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ ശ്വാസം എടുക്കുന്ന ഈ നിമിഷത്തെ തിരികെ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രവാസി ജീവിതത്തിൽ ഈ സമയവിരോധാഭാസം ഇരട്ടിച്ചു വർദ്ധിക്കുന്നു. ഒരു പ്രത്യേക അവസ്ഥ നോക്കൂ. നിങ്ങളൊരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. നിങ്ങളുടെ ശരീരം ആ രാജ്യത്താണ്, സമയം ആ രാജ്യത്തിൻ്റെ സമയമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് എവിടെയാണ്? നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ സ്വദേശത്താണ്. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിലാണ്. മാതാപിതാക്കളുടെ ആരോഗ്യം, വീട്ടുപറമ്പിലെ ഉത്സവം, സുഹൃത്തുക്കളുടെ ജീവിതം. നിങ്ങൾ ഭൗതികമായി ഇവിടെ നിൽക്കുമ്പോൾ മാനസികമായി അവിടെയാണ്. ഇതിനെ ഞാൻ സമയവിഭജനം അല്ലെങ്കിൽ ടൈം സ്പ്ലിറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഒരു വ്യക്തി ഒരേ സമയം 2 സമയമേഖലകളിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? ആളുകൾ പറയും, ഞാൻ ഇവിടെ 5 വർഷമായി, പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെയല്ല എന്നാണ്. എന്താണ് സംഭവിച്ചത്? ആ 5 വർഷം നിങ്ങളുടെ ശരീരം ഇവിടെ ജീവിച്ചു, പക്ഷേ നിങ്ങളുടെ മനസ്സ് ജീവിച്ചു തീർത്തത് ഒരിക്കലും ഇവിടെയായിരുന്നില്ല. അതിനാൽ ആ 5 വർഷത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് അവ്യക്തമാണ്. കാരണം നിങ്ങൾ ആ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇതിനോടൊപ്പം മറ്റൊരു കാര്യവുമുണ്ട്. ഞാൻ തിരികെ പോയാൽ മാത്രം എന്നൊരു വാക്യം. ഞാൻ തിരികെ പോയാൽ മാത്രം ഞാൻ ശാന്തനാകും. ഞാൻ തിരികെ പോയാൽ മാത്രം ഞാൻ ജീവിക്കും. ഈ ചിന്ത വളരെ അപകടകരമാണ്. കാരണം നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തെ ഒരു താൽക്കാലിക ഘട്ടമായി കാണുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ വേദനയുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, തിരികെ പോയാലും ആ സമയം ഒരു ഇന്ന് ആയി മാറും. അപ്പോഴും നിങ്ങളുടെ മനസ്സ് അന്നത്തെ ഇന്നലെയിലും നാളെയിലും അലയും. സമയത്തെ ഒരു ലക്ഷ്യസ്ഥാനമായി കാണരുത്. സമയം ഒരു നദിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ നദിയിൽ ഒഴുകുക മാത്രമാണ്. തീരത്തെത്തിച്ചേരാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇത്രയും കഥ പറഞ്ഞ ശേഷം ഒരു ചോദ്യമുയരും. എങ്ങനെയാണ് ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. പക്ഷേ അത് ചെയ്യാൻ
വളരെ കഠിനവും. നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യാൻ മണിക്കൂറുകളോളം ഇരിക്കുകയോ അല്ലെങ്കിൽ മണിക്കൂറുകളോളം കണ്ണുകൾ അടച്ചിരിക്കുകയോ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന സാധാരണ കാര്യങ്ങളിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നൽകാൻ ശ്രമിക്കുക. അതായത്, നിങ്ങളൊരു പ്ലേറ്റ് കഴുകുകയാണ്. ആ സമയം നിങ്ങളുടെ കൈകൾ എങ്ങനെയാണ് ജലം തൊടുന്നത് എന്ന് ശ്രദ്ധിക്കൂ. ആ പ്ലേറ്റിൻ്റെ തണുപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിൽ അനുഭവപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കൂ. അത്രയും മതി. അല്ലെങ്കിൽ നിങ്ങൾ നടക്കുകയാണ്. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ശ്രദ്ധിക്കൂ. നടക്കുമ്പോൾ കാറ്റ് നിങ്ങളുടെ മുഖത്ത് തട്ടുമ്പോഴുള്ള തണുപ്പ് അനുഭവിക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുക എന്ന് പറയുന്നത്. ഇത്തരം ചെറിയ പ്രവൃത്തികളെ നമ്മൾ വിലമതിക്കാറില്ല. നമ്മൾ വിലമതിക്കുന്നത് പലപ്പോഴും വലിയ നേട്ടങ്ങളെയാണ്. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ ജീവിതം എന്നത് വലിയ നേട്ടങ്ങളുടെ ഒരു കൂട്ടമല്ല. നിങ്ങൾ ജീവിച്ച ദശലക്ഷക്കണക്കിന് ചെറിയ നിമിഷങ്ങളുടെ കൂട്ടമാണ്. ആ നിമിഷങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ ജീവിതം ശൂന്യമായി മാറും. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക. സമയം നിങ്ങളെ കൊള്ളയടിക്കുന്നില്ല. സമയം ഒരിക്കലും നിങ്ങളെ കൈവിട്ടു പോകുന്നുമില്ല. നിങ്ങൾ തന്നെയാണ് സമയത്തെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ നിങ്ങളുടെ ശത്രുവാക്കുന്നത്. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഒരു ശാന്തമായ മനസ്സ് നൽകൂ. ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ വരാനുണ്ട്. പക്ഷേ ഈ നിമിഷം എൻ്റേതാണ്. ഞാൻ ഈ നിമിഷത്തിൽ സുരക്ഷിതനാണ്. ഈ ആഴത്തിലുള്ള സംഭാഷണങ്ങൾ എല്ലാവർക്കും ഒരുപക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും ഇന്ന് നിങ്ങളുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു മുറിവിന് ഒരു മരുന്ന് പോലെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുക. ഈ ചാനൽ ഫോളോ ചെയ്യുക. ഒപ്പം സമയത്തിൻ്റെ ഈ ഓട്ടത്തിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾക്ക് ഈ എപ്പിസോഡ് അയയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു വലിയ ആഴത്തിലുള്ള വിഷയത്തിലേക്ക് കടക്കും. അതുവരെ നിങ്ങളുടെ ശ്വാസത്തോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കൂ. ഞാൻ നിങ്ങളുടെ പ്രവാസി. നമസ്കാരം.